കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഭാഗികമായി പൂർത്തിയാക്കിയ പദ്ധതിയാണ് പാതിയിൽ ഉപേക്ഷിക്കപ്പെട്ടത്. സമീപ പ്രദേശമായ മാടക്കാലിലെ തൂക്കുപാലം ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ തകർന്നു വീണതോടെയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഈ പാലത്തിന്റെ നിർമ്മാണവും നിർത്തിവെച്ചത്. പാലം ഉപേക്ഷിച്ചെങ്കിലും ഇതിനായി എത്തിച്ച ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ കായലിലും കരയിലുമായി കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മാടക്കാൽ തൂക്കുപാലം എന്നാണോ തകർന്നു വീണത്, അതിനുശേഷമാണ് ഈ പ്രവൃത്തിയും ഇവിടെ നിർത്തിവെച്ചത്. അതിനപ്പുറമായിട്ട് പിന്നീട് ഒരു നിർമ്മാണ പ്രവൃത്തിയും ഇവിടെ വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് ഒരു റോഡ് പാലം പ്രാവർത്തികമാക്കിയാൽ നമുക്ക് വലിയറുമ്പ് പഞ്ചായത്തും പടന്ന പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാകും. പക്ഷേ ഇവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത് കണക്ക് തന്നെ ഇവിടെ ഒരു മടപ്പുരയുണ്ട്. ഇതെല്ലാം ഏത് രീതിയിലാകുമെന്ന്, എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് ഒന്ന് സർക്കാരും അതുപോലെ തന്നെ പ്രാദേശിക ജനങ്ങളും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. തൂക്കുപാലത്തിന് ബദലായി കോൺക്രീറ്റ് പാലം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം വന്നെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. നശിച്ചു പോകുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യണമെന്നും പ്രഖ്യാപിച്ച പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നതുമാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.